there, but it is Jesus, 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 Jesus. Only one name, Jesus. The power. ആരും അടയ്ക്കാതെ വേണം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുക. ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്ത ദൈവത്തിന്റെ കൃപ ഈ മക്കളുടെ മേൽ വരട്ടെ, വരട്ടെ. 2025 is the fullness which God is going to provide for everyone who is listening. നിങ്ങളുടെ ഇന്നത്തെ നൃത്തം അധികമായി വർദ്ധിച്ചു വരുവാൻ പോകുകയാണ്.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പകലൂടെ കർത്താവ് യേശു നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവ് യേശുവിനെ സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവാകിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം കർത്തൃത്വം യേശു തന്നെ നടത്തുന്നത് കൊണ്ട് സമാധാനവും കൃപയും നമ്മുടെ മേൽ വാഴ്ന്നുകൊണ്ടിരിക്കും. കൃപയും സമാധാനവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യേശുവിനെ കർത്താവായി ഒരാൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം യേശുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുവാദം കൊടുക്കുക എന്നുള്ളത്. വാസ്തവത്തിൽ യേശു നമ്മുടെ കർത്താവാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം ഇടയ്ക്ക്. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭയോടും പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ചോദിക്കുകയാണ്, വാസ്തവത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. യേശുവിനെ കർത്താവായി പറഞ്ഞാൽ യേശു പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും യേശു നമ്മളോട് ഇടപെടും. നമ്മുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം. അതുകൊണ്ട് യേശു പറഞ്ഞ എൻ്റെ അടുക്കൽ വരുന്ന എൻ്റെ നുകം എന്ന് പറഞ്ഞ നുകത്തിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് യജമാനൻ പറയുന്നതല്ലാതെ ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറാൻ പറ്റത്തില്ല. പക്ഷേ യേശു പറഞ്ഞൊരു വാക്ക്, എൻ്റെ നുകം ഭാരമുള്ളതല്ല. സ്നേഹമുള്ളപ്പോൾ യേശുവിൻ്റെ നമ്മളോടുള്ള സ്നേഹം അറിഞ്ഞ് യേശുവിനെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നും യേശുവിന് വേണ്ടി ഭാരമേ ഉള്ളതല്ല. ഹിസ് ലവ് ഓവർടേക്സ് അസ്. തൻ്റെ സ്നേഹം നമ്മളെ ഓവർടേക്ക് ചെയ്യും. ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്നും കുറച്ച് നാളുകളായി മനസ്സിൻ്റെ സംഘർഷം ആണ് നമ്മുടെ എന്നാ പറയേണ്ട ടോപ്പിക്. അതിൻ്റെ കാരണം മനസ്സിനകത്ത് നമ്മുടെ ചിന്താഗതികൾക്കകത്താണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. നമ്മുടെ ഉറപ്പ് എവിടെയാ? കാണാമോ? ഇല്ല, മനസ്സിനകത്ത്. നമ്മുടെ ധൈര്യം എവിടെയാ? കാണാൻ മേല, മനസ്സിലാണ്. നമ്മുടെ വിശ്വാസം എവിടെയാ? മനസ്സിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് 1 തിമോത്തി 6:12 പറയുന്നത്, വിശ്വാസത്തിന്റെ നല്ല പോര് പൊരുതി. നല്ല പോരാ. നമ്മളതിന് ജയിക്കാനൊന്നും ചെയ്യണ്ട. അതിനെ അതിജീവിക്കാനുള്ള മാർഗം, ആ ഏത് വെല്ലുവിളിയെയും ആ ചിന്താഗതികളെയും അതിജീവിക്കാനുള്ള മാർഗം ക്രിസ്തു യേശുവിൻ്റെ വചനത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിലും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല. ലൂക്കോസ് സുവിശേഷം 4:46. ഇന്നലെ നമ്മൾ വിട്ടേച്ച് വന്നത് പത്രോസിനെയാ. പത്രോസ് നമുക്ക് വേണ്ടി അവിടെ കാത്തിരിപ്പുണ്ട്. പത്രോസിന്റെ ലേഖനം എഴുതി പത്രോസ് വായിച്ച് കേൾപ്പിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റായിട്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെല്ലാം. എന്നാലും 6:46 ആ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ മേല. എന്നാൽ യേശു പറയുന്നത് ചെയ്താൽ ആ പറയുന്ന വാക്ക് വിത്ത, അതിന് 100 മേനി കായ്ക്കാനുള്ള ശേഷിയുള്ള വിത്ത നമ്മുടെ അകത്ത് വീണിരിക്കുന്നത്. അതാണ് 1 പത്രോസ് 1-ാം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ദൈവവചനം എന്ന വിത്ത് വായിച്ചേ. കെടുന്ന ബീജത്താലല്ല, കെടുന്ന ബീജം, വിത്ത് ബീജത്താലല്ല,
കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചത് കെടാത്ത ബീജത്താൽ എന്ന് പറഞ്ഞാൽ അത് അവിടെ ഉണ്ട്. അത് നശിച്ചു പോകത്തില്ല. അത് ജീവനും ചൈതന്യവും. അതിന്റെ സാധ്യത 100 മടങ്ങ്. അതാണ് ലൂക്കോസ് വിശേഷത്തിൽ തന്നെ 8:10 നമ്മൾ ഇന്നലെ വായിച്ചു. ഈ ദൈവരാജ്യത്തിന്റെ വിത്ത് എങ്ങനെ 100 മേനി ഫലം കായ്ക്കണം. വായിച്ചേ. ദൈവരാജ്യത്തിന്റെ മർമ്മം. അതൊരു മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ്, അതൊരു രഹസ്യമാണ്. അതെല്ലാവരും കാണിക്കത്തില്ല. എന്നാൽ തന്റെ മക്കളെ, തന്റെ കൂടെ നടക്കുന്ന മക്കളെ ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയാ ചെയ്യേണ്ടത്, ഇതിന്റെ ഓപ്പറേഷൻസ് എന്താ, അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഇതെല്ലാം തന്റെ കൂടെ നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്നവരെ വെളിപ്പെടുത്തി കൊടുക്കും. അതുകൊണ്ട് അതിന്റെ ഇത് 10 9 8 വാക്യത്തിൽ ദൈവവചനത്തിൽ 100 മേനി വായിച്ചേ. മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് 100 മേനി ഫലം കൊടുത്തു. 100 മേനി ഫലം കായ്ക്കാൻ, അഥവാ ദൈവിക വളർച്ച പ്രാപിക്കുവാൻ, ദൈവികമായ ഇൻക്രീസ് എല്ലാ മേഖലകളിലും ആകുവാൻ ഈ ദൈവരാജ്യത്തിന്റെ വിത്തിനകത്ത് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ 10 വാക്യം 9 വാക്യത്തിൽ ശിഷ്യന്മാരുടനെ ചോദിച്ചത്. വായിച്ചേ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശു പറയാണ്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളാൽ അവർക്കിത് വെറും കഥകളാണ്. അവർക്കിതെല്ലാം കഥയാണ്. അവർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലൂടെ ഇത് കഥയായിട്ടാണ് തോന്നുന്നത്. നോക്ക്, ഇന്ന് രാവിലെ ടൈം അലോൺ വിത്ത് ഗോഡിൽ തന്നെ ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം നിൽപ്പുണ്ട്. ആ വാഗ്ദത്തം വായിച്ചിട്ട് നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്ക് പോകാം. യെരമ്യ 33:9 ഇന്നത്തെ ടൈം അലോൺ വിത്ത് ഗോഡിന്റെ വചനം. ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, and then it shall be a praise to my name of joy. Then it shall be to me a name of joy, a praise and honor before all nations of the earth, who shall hear all the good that I do to them. And they shall fear and tremble for all the goodness and all the prosperity that I will provide for them. വായിച്ചു. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയും കുറിച്ച്. ഇതൊരു വാഗ്ദത്തമാണ്. നൗ ഈ വാഗ്ദത്തം യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. നോക്ക്, ഈ ക്രൂശിൽ യേശു ഇത് സകലതും നിവർത്തിച്ചു എന്ന് പറയുമ്പം, ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, ഏബ്രഹാമിക് കവനന്റും കവനന്റ് ഓഫ് ലോ, ഇത് രണ്ടും എല്ലാം നിവർത്തിച്ചു. അതായത് നിങ്ങളും ഞാനും നിവർത്തിക്കേണ്ടതിന്, ആ സകലതും നിവർത്തിച്ചു എന്ന് പറയുന്നതിന് 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, യുദ്ധം തീർന്നു, ജയിച്ചു. 2, ഒരു കോടതിയിലെ വിധി തീർപ്പായി, ഫിനിഷ്ഡ്. 3, ഇതിനെ എന്നാ പറയുന്നത്, അക്വിറ്റ് ചെയ്തു, പാപിയായ എന്നെ അക്വിറ്റ് ചെയ്തു. 3 അർത്ഥമായതിന് ആ ഒറ്റ വാക്കിൽ, ആ ഗ്രീക്ക് പദത്തിന്. അപ്പം ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞെങ്കിൽ
യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ, അനുഗ്രഹവും വാഗ്ദത്വവും ക്രിസ്തു മുഖാന്തരം എനിക്ക് സൗജന്യമായി അതിൻ്റെ അവകാശിയായി. ഒന്ന് പറയാം, ഞാൻ അവകാശിയാണ്. ഒന്നും കേട്ടില്ലേ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അവകാശിയാണ്. Now, ഈ അവകാശി എന്നിപ്പം പറഞ്ഞില്ലേ, ഈ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ തോന്നൽ എന്ന് വേണോ പറയേണ്ടത്, ഈ മനസ്സ്, ഈ വിചാരം നമുക്ക് നമ്മുടെ ഉള്ളിൽ എല്ലാ കാലത്തും ഉറച്ചു നിന്നാൽ, അതുകൊണ്ടാണ് പിശാചിന് തന്ത്രം എപ്പോഴും നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് സകല കളവും വ്യാജവുമായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ഇടിവ് വരാനായിട്ട്. അത് ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ മോശമായി പറയാൻ. അപ്പം നിങ്ങളുടെ മനസ്സിനകത്തൊരു വിചാരം വരും, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അതുതന്നെ പിശാചിനും വേണ്ടി. എന്നാൽ ഇന്ന് രാത്രി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, നിങ്ങളെ തളർത്തുന്നത് പോലെ എന്തെങ്കിലും വന്നാൽ കുടഞ്ഞെഴുന്നേറ്റോണം, ഉറപ്പിച്ചോണം, നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ്. നിങ്ങൾ പിശാചിന് ഒരു ഭീഷണിയാണ്. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാന്ന് ആ വചനം കാണാപ്പാടും പഠിക്കുകയല്ല. ഞാനതിനെ ഒരു ഗ്രേഡൂടെ കൂട്ടി പറയും. ആ വചനത്തെ നിങ്ങൾ ധരിക്കണം, അത് മനസ്സിനകത്ത് ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ നിങ്ങൾ കയറുന്നിടത്ത് അന്തരീക്ഷം മാറും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആ ഏരിയ, ആ ലൊക്കേഷനിൽ നിന്ന് ഇരുട്ട് മാറി വെളിച്ചം മാറും. ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ തന്നെ ആ ദേശത്തിൻ്റെ അന്തരീക്ഷം മാറും. ഒരു വീട്ടിൽ കയറുമ്പോൾ ആ ദേശത്തിൻ്റെ അന്തരീക്ഷം മാറും. നിങ്ങളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആ വാഹനത്തിനകത്ത് ദൈവ സാന്നിധ്യം പെർസിസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം, യു ആർ ഇൻ ദ ഇമേജ്, യു ആർ ദ മിറർ, അല്ലെ? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന മഹത്വമുള്ള ആളാണ് നിങ്ങൾ. ഞാനും കണ്ണാടിയെ പോലെ പ്രതിബിംബം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന പോലെ അവിടെ കാണാം. അതുപോലെ തന്നെ യേശുവിനെ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങളും ഞാനും. നമ്മുടെ അകത്തെ മനുഷ്യൻ അത്രയും പവർഫുള്ളാണ്. അപ്പം ഈ വചനത്തിനകത്ത് ഉൽപ്പത്തി മുതലുള്ള ഏത് വാഗ്ദത്വവും അത് എന്റേതാണ്. അപ്പം ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിന്നോട് ചെയ്യുന്ന നന്മയും സമൃദ്ധിയും കണ്ട് ലോകത്തിലെ രാജ്യങ്ങൾ നിന്നെ ഭയപ്പെടും. അത് എനിക്ക് സന്തോഷകരമായ, അല്ലെങ്കിൽ എൻ്റെ നാമത്തിന് മഹത്വത്തിനാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മൾ വാസ്തവത്തിൽ ഈ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ലോകം പറയുന്ന പോലത്തെ വാക്കുകളാണ്. എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് വെല്ലുവിളിയാ. നോ, ഐ എം ഇൻ ദ ഇമേജ്. അതാ കണ്ണാടിയെ പോലെ പ്രതിബിംബിക്കുന്ന നാം എല്ലാവരും എന്ന് പറഞ്ഞു. നാം എല്ലാവരും യേശു, ഞാൻ എന്നാ പറയേണ്ടത്,
ആ സുവിശേഷങ്ങൾ വായിക്കുമ്പം യേശു ചെയ്യുന്ന അത്ഭുതങ്ങളും യേശുവിൻ്റെ വാക്കുകളും കാണുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇമേജായിട്ട് വേണം കാണാൻ. That you are walking in Galilee, you are doing the miracles, you are there. So ഈ വാഗ്ദത്തങ്ങൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റേതാ. Wear it on. അതൊന്ന് ഇട്ടേ. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാ. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധിക്കും. ദൈവത്തിന്റെ നീതിയാ ഞാൻ. അതുകൊണ്ടാണ് ഈ ജെറമ്യ 33:3 ദൈവത്തിന്റെ വചനം ഇങ്ങനെയാ പറയുന്നത്, ചോദിച്ചുകൊള്ളുക. വായിച്ചേ. ഞാൻ 3 എന്നെ വിളിച്ചേ എന്നോടൊന്ന് ചോദിച്ചേ. ഞാൻ നിനക്ക് ഉത്തരം വരല്ലോ. ഞാൻ നിനക്ക് ഉത്തരം അറിയൂ. അത് കൺഫേംഡ് ആയിട്ട് ദൈവം പറയാണ്, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് മറുപടി തരും. നീ അറിയാത്ത മഹത്തായതും അഗോചരമായും ഉള്ള കാര്യങ്ങളെ, സീക്രട്സ്, ഇൻസൈറ്റ്സ്, ആ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. അവിടെ ഇംഗ്ലീഷിൽ ഞാൻ നിന്നെ കാണിച്ചു തരും. അറിയിക്കുന്നതും കാണുന്നതും തമ്മിൽ വ്യത്യാസമാണ്. Call unto me and I will answer you and show you great and mighty things which you do not know. നമ്മുടെ ഈ ഇന്റലക്റ്റിനകത്ത്, നമ്മുടെ ഈ ബുദ്ധിക്ക് അതീതമാണ് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ ഈ ലോകത്തിനൊട്ടും അനുരൂപരാകത്തുമില്ല. എൻ്റെ കാരണം, ഞാനൊരു ദൗത്യത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്. ഇത് വായിച്ച് ലോകം മുഴുവൻ എന്നെ ഭയപ്പെടും, അതുപോലെ ദൈവം എന്നെ പ്രോസ്പറസ് ആക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലത്തെ വാക്യമാണ് അതിൻ്റെ പ്രധാനം. then it shall be to me a name of joy. ദൈവം പറയാം, എനിക്ക് വേണ്ടി ആ പേര്, ആ വ്യക്തി, തങ്കു ബ്രദർ എനിക്ക് വേണ്ടി ഒരു സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം വളരെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം തരുന്ന സമൃദ്ധി, ദൈവം തരുന്ന ഉയർച്ച, ദൈവം തരുന്ന സ്ഥാനമാനങ്ങൾ, അത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ബൈബിൾ മുഴുവൻ പരിശോധിച്ചോണ്ട് എല്ലാവരും ആരംഭിച്ചത് ശൂന്യത്തിൽ നിന്നുമാണെങ്കിൽ അവരെ ആക്കി വെച്ച സ്ഥാനങ്ങൾ, അവരെ ആക്കി വെച്ച പൊസിഷൻസ്, അവിടുന്ന് അവർ ഒരു പ്രാവശ്യം പോലും കോംപ്രമൈസ് ചെയ്തില്ല, തലകുനിച്ചില്ല. ഇന്നത്തെ ടൈം അലോൺ വിത്ത് ഗോഡ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇഫ് ടുഡേ, ഇന്നത്തെ ദിവസം, ഞാൻ ഇന്നലെ പറഞ്ഞ ഒന്നുകൂടെ പറയാം. യേശു വന്ന് യേശുവിൻ്റെ മുഴുവൻ ആ 4 സുവിശേഷത്തിൽ അബ്രഹാമിന്റെ സന്തതികൾക്ക് കിട്ടിയ അവകാശങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുകയും അവരുടെ ഐഡന്റിറ്റി റിസ്റ്റോർ ചെയ്തിട്ട് എത്രമാത്രം അവരെ അധപതിച്ചു എന്നാണ് യേശു പ്രസംഗിച്ചത്. നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഈ അത്ഭുതങ്ങളും സോറിലും സീതോനിലും ഒക്കെ ആയിരുന്നെങ്കിൽ അവരെന്നെ വിശ്വാസികളായിരുന്നു. അവരെ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, ശിഷ്യന്മാർക്ക് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അവരുടെ ഹൃദയം അത്രയും മാത്രം കഠിനപ്പെട്ടു പോയി. അത് വരാതിരിക്കാനാ ആ 4 സുവിശേഷത്തിൽ യു വിൽ സി, ഇവളും അബ്രഹാമിന്റെ സന്തതി, ഇവനും അബ്രഹാമിന്റെ സന്തതി. പക്ഷെ ഇന്നാ രക്ഷ വന്നിരിക്കുന്നത്. ഇവളും അബ്രഹാമിന്റെ സന്തതി, ഇന്നാ സൗഖ്യമായിരിക്കുന്നത്. ഇവൾ ഓൾറെഡി വാഗ്ദത്തത്തിനകത്ത് സൗഖ്യമുണ്ടായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ക്രിസ്തുയേശുവിൽ നമ്മൾ ആരാന്നും ക്രിസ്തുയേശുവിന്റെ അകത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉയർച്ചയും, ഇത് വെറും വിശ്വാസത്താല,
പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും പറയും, യേശുവിന്റെ ഏറ്റവും വലിയ സങ്കീർണത, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകുന്നത് ഇതിന്റെ നിർമ്മലതയാണ്. വിശ്വസിച്ചാൽ മതിയെന്നോ? മതിയെന്നേ. അപ്പോൾ ഞാൻ കുറച്ച് പൈസ വേണ്ടെന്നേ, അല്ല ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം വേണ്ടെന്നേ. ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം കർത്താവൻ ഇന്ന് വേലെ ചെയ്തോണം, പ്രതിഫലം അവിടെ നിന്ന്. പക്ഷെ പ്രതിഫലം കിട്ടാനല്ല ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. എന്തോ എനിക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനൊന്നും ചെയ്യുന്നത്, മറിച്ച് എന്നെ അയച്ച ദൗത്യം ഞാൻ നിവർത്തിക്കുകയാണ്. എനിക്ക് വേണ്ടിയതും അതിൻ്റെ അപ്പുറവും യേശു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, ലോകം ഒരു വലിയ അൺസർട്ടനിറ്റിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനിശ്ചിതത്വം, ദ വേൾഡ്. അതുകൊണ്ട് ലോകത്തോട് അനുരൂപരാകാതിരിക്കുന്നവർക്ക് മഹത്വത്തിന്മേൽ മഹത്വമായിരിക്കും, മഹത്വത്തിന് മേൽ മഹത്വമായിരിക്കും. ഈ കഴിഞ്ഞ ഇന്ന് യൂത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു. പല പ്രാവശ്യം ഞാൻ പറയാറുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം. യൗവനക്കാരെ യേശുവിൽ അടിസ്ഥാനപ്പെടുത്തിയാൽ അവരേത് രാജ്യത്തിൽ ചെന്നാലും ആ അടിസ്ഥാനം വിട്ടെങ്ങും പോകത്തില്ല. ശനിയാഴ്ച ദിവസം കഴിയുന്നതും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് എന്നാ പരീക്ഷയാന്ന് പറഞ്ഞാലും പഠിക്കാൻ അനുവാദമില്ല. പഠിക്കാൻ അനുവാദമില്ല. എന്നാ വലിയ പരീക്ഷയാണ്. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് എൻട്രൻസ് കോച്ചിങ്ങും ഇതും അതും, അതായത് ഓവർലോഡഡ് ആക്കുക. അപ്പം കൊച്ചു പിള്ളേരുടെ മനസ്സിനകത്ത് എന്താ, ലോകത്തിൽ എന്തെങ്കിലും ആകണമെന്ന്, ക്രിസ്തുവിൽ പ്രശസ്തരാകണമെന്നല്ല, ലോകത്തിൽ എന്തെങ്കിലും ആകണം. പക്ഷെ ഇപ്പുറത്ത് അകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ വില മനസ്സിലാക്കി കൊടുത്താൽ അവർ ലോകത്തിലും ഉന്നതരാകും, ക്രിസ്തുവിൽ പ്രശസ്തരുമാകും. നന്മയും കരുണയും ആയുഷ്കാലം അവരെ പിന്തുടരും. കഴിഞ്ഞ മാസത്തെ യൂത്ത് മീറ്റിംഗിൽ ഒരു മോൻ ഒരു ടെൻഡൻ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ലിഗമെന്റ്. അങ്ങനെ MRI എടുത്തു, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആ സമയത്ത് ഈ എല്ലാ സെക്കൻഡ് സാറ്റർഡേയും കോട്ടയത്ത് യൗവനക്കാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് യൗവനക്കാര് ഒന്ന് വീട്ടിൽ അപ്പനും അമ്മമാര് ദൈവഭയത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയെങ്കിലും വേണം. മക്കളുടെ മുമ്പിൽ ഇരുന്ന് ഫോണിൽ ഇരുന്നുകൊണ്ട് കുറ്റം പറച്ചിലല്ലാതെ ഒന്നുമില്ല. മക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ, അയാൾ കുഴപ്പക്കാരനാ, ഇയാൾ കുഴപ്പക്കാരനാ. മക്കൾക്ക് ആത്മീയത ഒരു കളിത്തമാശായി മാറി, ഒരു വ്യവസായമായിട്ട് അവർ കാണും. കാര്യം അപ്പൻ വീട്ടിൽ ആ സാക്ഷ്യമാണ് വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അപ്പനും അമ്മയുടെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച്, കാര്യം അവർക്കതാ വേണ്ടിയത്. അപ്പോൾ ആ ലൈസൻസ് ശമ്പളം കൊടുക്കുക. നാളെ അവർ നിങ്ങളെ ബഹുമാനിക്കത്തില്ല. തൽക്കാലം അവർ കാണിക്കും ബഹുമാനം. ആ മോന് ഇന്ന് സ്പെഷ്യൽ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് കുറച്ച് നീണ്ടുപോയി. കാര്യം സൗണ്ട് സിസ്റ്റം എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ലേറ്റായി. അപ്പം ഏതെങ്കിലും നിങ്ങളുടെ പിള്ളേരെ ലേറ്റായിട്ട് 6 മണി 7 മണിയായിട്ടാണ് വീട്ടിലെത്തിയെങ്കിൽ വേറെ ഒന്നുമല്ല, മീറ്റിംഗ് ലേറ്റായിട്ടാണ് തീർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആഴ്ചയും ലേറ്റായിട്ടല്ല തീരാൻ പോകും. ആ മോന് രണ്ടാമത്തെ ഈ വീട്ടിൽ പോകുന്ന വഴിക്ക് നടക്കുന്ന സമയത്ത് വേദനയില്ല. തിരിച്ച് ഡോക്ടറിൻ്റെ അടുക്ക് ചെന്നപ്പോൾ ആ ലിഗമെന്റ് പുതുതായി സൃഷ്ടിച്ചിരിക്കുന്ന പോലെ ഒരു അത്ഭുതം. ദർ ഇസ് എ മിറക്കിൾ ദാറ്റ് ഇസ് ബീൻ ഡൺ. ആ MRIയും കൂടെ 2 MRIയും കൂടെ ആയിട്ടാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നത്.
ഇനി നാം കാണാൻ പോകുന്ന ലെവൽ ഓഫ് മിറക്കിൾസ് വിൽ ബി സോ ഗ്രേറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി ഡൺ ബൈ എവ്രിബഡി. സ്ട്രീറ്റുകളിൽ മിറക്കിൾ നടക്കും. കാര്യം ഇന്ന് നമ്മൾ ലോകമെമ്പാടും നോക്ക്, അന്ത്യകാലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ത്യ സെക്കൻഡിൽ നിൽക്കുക. അത്രമാത്രം ലോകത്തിലെല്ലാവരും സ്വസ്നേഹികളും എങ്ങനെയെങ്കിലും അപ്പന്മാരെയും അമ്മമാരെയും ബഹുമാനിക്കുക. ഇന്നലത്തെ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ അറിഞ്ഞ പല കാര്യങ്ങൾ ഇന്ന് സമൂഹം വരെ ഡിസപ്രൂവ് ചെയ്തിരിക്കുക. ബഹുമാനിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. ഇന്ന് പേര് വിളിച്ച അപ്പനെയും അമ്മയും വിളിക്കുന്നു, കൊല്ലുന്നു അപ്പനെയും അമ്മയും. There is something mistake, and that is alignment with God has gone. ചില ലോറിയുടെ ഒക്കെ അലൈൻമെന്റ് പോകത്തില്ലേ? നമ്മൾ വണ്ടിയുടെ ടയർ ചില സ്ഥലത്ത് കൂടുതൽ തേയ്മാനം വരുമ്പം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ വർക്ക്ഷോപ്പുകാർ പറയും വീലിന്റെ അലൈൻമെന്റ് തെറ്റിപ്പോയതാണ്. അതായത് വീൽ നിൽക്കേണ്ട സ്ഥലത്തല്ല കറങ്ങുന്നത്, അതുകൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതുപോലെ മാനവരാശിയുടെ യൗവനക്കാരുടെ ദൈവവുമായിട്ടുള്ള അലൈൻമെന്റ് തെറ്റിയത് കൊണ്ടാണ് ഇതുപോലെ ഒരു കാലഘട്ടം നമ്മൾ ഒന്നും കണ്ടിട്ടില്ലാത്ത നിലയിൽ. ഞാൻ കുറച്ച് നേരം മുമ്പേ അനിയായിട്ട് സംസാരിക്കുകയായിരുന്നു. ഹൗ ദ വേൾഡ് സിസ്റ്റം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ടൈം അലോൺ വിത്ത് ഗോഡിൽ ചില കാര്യങ്ങൾ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് ഐ ഓപ്പണർ. എനിക്ക് വേണ്ടി ഞാൻ വായിച്ച വചനമാണ്, പക്ഷേ അന്ന് ആ വചനത്തിൽ നീന്തി കുളിക്കുമായിരുന്നു എന്ന് പറയാം. ഇറ്റ് വാസ് ഡീപ്പ് ഇൻ ടു ഇറ്റ്. ആൻഡ് ആ വചനം ഇന്ന് നടക്കാൻ ആരംഭിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുമ്പോൾ ഐ എം അലൈനിങ് മെനി തിങ്സ് വിത്ത് ദ വേൾഡ് ആൻഡ് ദ വേർഡ്. ഹൗ ഒരു ലോകത്തിലെ ഒരു ന്യൂ വേൾഡ് ഓർഡറിലായിട്ട് പോവുക. ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു സേ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ബിക്കോസ് ഐ വിൽ ഓൺലി സ്പീക്ക് ഇൻ മൈ കോർ ലീഡർഷിപ്പ് ടീം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മക്കളെ വീട്ടിൽ നിങ്ങളും വായിന്ന് വേണ്ടാത്ത ഒരു വാക്ക് പുറപ്പെടുവിക്കരുത്. യേശു ജീവിക്കുന്നു എന്നുള്ള മാതൃക ഈ ബൈബിളിൽ വിശ്വസിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഏത് ഡിനോമിനേഷനാ, നമ്മുടെ തത്വങ്ങളും ഡിനോമിനേഷനെല്ലാം മതിലിന്റെ അകത്ത് നിൽക്കട്ടെ. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാ കുടുംബങ്ങളും അവരുടെ ഭവനത്തിൽ ആ കുടുംബ പ്രാർത്ഥനയും മക്കളുമായിട്ടുള്ള കൂട്ടായ്മയും ഇറ്റ് ഈസ് എ മസ്റ്റ്. ഇത് നാല് വഴിക്ക് പോയിട്ട് മക്കൾ ചോദിക്കുന്നതെല്ലാം അങ്ങ് കൊടുക്കുമ്പോൾ അവരുടെ സ്രോതസ് നിങ്ങളായി മാറുക. ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ സംതിങ്. ഞാൻ ചില ഡോക്യുമെന്റ്സ് എല്ലാം നോക്കുമായിരുന്നു, വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇത് ഒരു 5 ദിവസം മുമ്പേ ഞാൻ കണ്ട കാര്യങ്ങൾ ആ വചനത്തിൽ, ദർശന സ്വപ്നമൊന്നും കണ്ടതല്ല. ആ ഭാഗം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ അകത്തെ പിള്ള തുള്ളുവെന്ന് പറയത്തില്ലേ, ഒരു സംതിങ് വാസ്, ഒരു വെയിൽ ബീങ് റിമൂവ്ഡ്, മറിഞ്ഞിരുന്ന ഒരു കാര്യം തുറക്കുന്ന പോലെ എനിക്ക് തോന്നി. ആൻഡ് ടുഡേ ഐ സോ ഇറ്റ്, സം തിങ്സ് വിച്ച് ആർ ഹാപ്പനിങ്. ആൻഡ് ഞാൻ പറയാം 2026, 27 and 30 എന്നൊക്കെ പറയുന്നത് അത്രയും പോയെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സംതിങ് വിച്ച് ഈസ് beyond our imagination.
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഈ സ്റ്റാർ അയക്കുമ്പോൾ സൂക്ഷിക്കണം. ബിക്കോസ് നിങ്ങൾ 00 അയക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ. സോ നോക്കാം, വാഗ്ദത്തങ്ങൾ ഇന്ന് ഇത് കേട്ടെങ്കിൽ, ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡിൽ നിങ്ങൾ ഈ വചനം കേട്ടപ്പോൾ തന്നെ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയായെന്ന് വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാം, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർ എന്തോ കിട്ടുവോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവർ, നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളിലും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഉയർച്ചയും അനുഗ്രഹവും ഗോഡ് ഈസ് ഗോയിങ് ടു റിവാർഡ്, ബിക്കോസ് ഹി ഈസ് എ ജസ്റ്റ് ഗോഡ്, നീതിമാനായ ദൈവം. അപ്പോൾ തന്നെ ഒരു കാര്യങ്ങൾ ഓർപ്പിക്കാം. നാളെ കർത്താവ് അനുവദിച്ചാൽ ദുബായ് സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. വരുന്ന ഓഗസ്റ്റ് 15 കോട്ടയത്ത് ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. അന്ന് നമ്മൾ വുമൻ എംപവർമെന്റിന് വേണ്ടി 100 തയ്യൽ മെഷീൻ കൊടുക്കാൻ ഒരു തീരുമാനം റീച്ച് വേൾഡ് വൈഡിലൂടെ എടുത്തു. അതിൻ്റെ മുഴുവൻ അറേഞ്ച്മെന്റ്സ്, അതിൻ്റെ സാമ്പത്തികമായ അറേഞ്ച്മെന്റും അതിൻ്റെ മെഷീൻസും എല്ലാം അറേഞ്ച് ചെയ്തത് വൈക്കം ഡയസിസ്. ആൻഡ് ഐ കൺഗ്രാജുലേറ്റ്. ആ ഞായറാഴ്ച 17 കർത്താവ് അനുവദിച്ചാൽ, അത് ഞാൻ പിന്നീട് ഏതായാലും എല്ലാ ദിവസവും തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ഇന്നർ ചേംബറിൽ വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും തന്നെ ഉണ്ട്. 17 ഒരു പക്ഷെങ്കിൽ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കാനും ആഗ്രഹിക്കുന്നു. 15 ഓഗസ്റ്റ് 15 ഈ വരുന്ന വെള്ളിയാഴ്ച ട്രിവാൻഡ്രത്ത് റോണക്കാണ് ശുശ്രൂഷിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ കോട്ടയത്ത് ഞാനായിരിക്കും ശുശ്രൂഷിക്കുന്നത്. കൊച്ചി ഡയസിസ്, നോർത്ത് കേരളയുടെ ഉദ്ഘാടനം കൊച്ചി ഡയസിസിലാണ് നടക്കാൻ പോകുന്നത്. അത് തോമസ് കുട്ടി ബ്രദർ ആയിരിക്കും അവിടെ ആയിരിക്കുന്നത്. എല്ലായിടത്തെയും ഓൾ ഓവർ കേരള, കോഴിക്കോട് മുതൽ എല്ലാ സ്ഥലത്തും വിമൻ എംപവർമെന്റ്, ഒന്നും ഇല്ലാത്ത ഭവനങ്ങളിൽ ഒരു തൊഴിൽ ചെയ്യാനായിട്ടുള്ള സാധ്യത, ഒരു തൊഴിൽ ചെയ്ത് സ്വന്തം കാലെ സഹോദരിമാർ നിൽക്കാനായി അവരെ ട്രെയിൻ ചെയ്യുകയും അവരെ സ്ഥാപനം ഇട്ടുകൊടുക്കാനും. സ്ഥാപനം ഇട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ സാധനം തയ്യൽ മെഷീൻ, ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ള തയ്യൽ മെഷീനായിരിക്കും കൊടുക്കുന്നത്. നമ്മുടെ ചർച്ചിൽ, എല്ലാ ചർച്ചസിലും അതിൻ്റെ അടുത്ത് കോഴഞ്ചേരിയിലുണ്ട്. കോഴഞ്ചേരിയിൽ PJ കുര്യൻ സാറാണ് അത് ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം ഇത് കൊടുക്കുന്നത്. കോട്ടയത്ത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ VN വാസവൻജി ആയിരിക്കും ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതും ഇത് കൊടുക്കുന്നതും. ദിസ് ഈസ് ഓൾ ഈ വീക്കിൻ്റെ ഹാപ്പനിങ്സ്. സോ എനിഹൗ ബാക്ക്. ഇന്ന് ടൈം അലോൺ വിത്ത് ഗോഡിൽ ഈ വചനം കേട്ടത് രാവിലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് ഞാനിത് പറയുന്നത്, ഗോഡ് ഈസ് ഷിഫ്റ്റിംഗ് സംതിങ് ഇൻ ദ ഹെവൻലീസ്. ഒരു വലിയ ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ July 22. ഞാൻ ഒരിക്കലും ഒരു ഡേറ്റ് പറഞ്ഞ ഒരു കാര്യവും എൻ്റെ ഇതുവരെയുള്ള നിങ്ങൾ മുഴുവൻ റെക്കോർഡ്സ് ഈ കഴിഞ്ഞ 30 വർഷം, ഈ ഡിസംബർ ആകുമ്പോൾ യേശുവിനെ ഞാൻ സ്വീകരിച്ചിട്ട് 30 വർഷമായി. ഒരു ഡേറ്റോ ടൈമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ July 22 എൻ്റെ അകത്ത് റെസൊനേറ്റ് ചെയ്തു ഒരു ദിവസം. ആൻഡ് എ ഷിഫ്റ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, എ മിറക്ലസ് ഷിഫ്റ്റ്. ആ ഷിഫ്റ്റ് വിൽ ബി സോ ഗ്രേറ്റ്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, മാനസാന്തരപ്പെടുന്ന. അതുകൊണ്ട് അതിൻ്റെ മുകളിലുള്ള വചനം, ഇനിയും അവരുടെ പാപം ഞാൻ ഓർക്കത്തില്ല, എൻ്റെ രക്തം കൊണ്ട് അവരെ കഴുകും എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, ഈ നിലയിലുള്ള അനുഗ്രഹം, ദ ഗോഡ്ലി ഇൻക്രീസ് ആർക്കാന്ന് ചോദിച്ചാൽ, പഴയ ജീവിതത്തിൽ ഇന്ന് വരെ, ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഉള്ള ജീവിതത്തിന് ബൈ ബൈ പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാൻ തീരുമാനിക്കുന്നവർക്ക്. ഇനി എന്ത് വന്നാലും ശരി, ഞാൻ യേശു പറഞ്ഞിരിക്കുന്നത് ചെയ്യാൻ എന്നെ പരിശുദ്ധാത്മാവെ സഹായിക്കണം. അതാണ് റോമർ
8:14 പറയുന്നത് those who are led by the Holy Spirit are sons of God. Now back to where we were stopping last night. 2 പത്രോസ് 1 പത്രോസാണ് നമ്മൾ വായിച്ചത്. ഏറ്റവും വലിയേറിയ വാഗ്ദത്തം ഇസ് റിസർവ്ഡ് ഫോർ അസ് ഇൻ ഹെവൻ. അതാ നിത്യത, നിത്യജീവൻ നമ്മുടെ അകത്ത് ഇന്നിപ്പോൾ ഉണ്ട്. നിത്യജീവനാണ് നമുക്ക് നിത്യതയിലേക്കുള്ള ജീവൻ, അല്ലെ നിത്യമരണം, അല്ലെ നിത്യജീവനിലേക്കുള്ള പ്രവേശനം കൊടുക്കും. റിസർവ്ഡ് ഇൻ ഹെവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. റിസർവ്ഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയത് വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ. നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ്, സ്വർഗത്തിൽ നയിക്കപ്പെട്ടവരാണ്. ഒരു സ്ത്രീ വയറ്റിൽ ഗർഭിണിയാണ് അറിയുന്നതിന് മുമ്പേ ദൈവം കണ്ടിരിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നു. സോ ഏറ്റവും വലിയ ഉറപ്പ്, ധൈര്യം, അതിനെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ഓർത്ത് നോക്കിക്കുക. ആ വാക്കുകൾ എന്ത് പ്രാധാന്യമുള്ളത്. 1 പത്രോസ് അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിച്ചിരിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഒറ്റ വാക്യത്തിനകത്താണ് വി ആർ ബോൺ അഗെയിൻ ബൈ ദ റിസറക്ഷൻ ഓഫ് ജീസസ്. മലയാളത്തിൽ ആ റിസറക്ഷന്റെ റിസൾട്ട് എന്തൊക്കെയാണെന്ന് പിന്നീടാണ് എഴുതേണ്ടത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കയറ്റിയത് കൊണ്ടാണ് മലയാളം ബൈബിൾ വായിക്കുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. യേശുവിന്റെ പുനരുദ്ധാന ശേഷം മാത്രമേ എല്ലാവരും വീണ്ടും ജനിച്ചുള്ളൂ, ഇൻക്ലൂഡിംഗ് ദ ഡിസൈപ്പിൾസ്. ശിഷ്യന്മാർ ഉൾപ്പെടെ യേശുവിന്റെ പുനരുദ്ധാന ശേഷമാണ് അവർ വീണ്ടും ജനിച്ചെന്ന് ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും. മലയാളം ബൈബിൾ വായിക്കുന്നവർക്ക് മനസ്സിലാക്കണേ 3-ന്റെ ആദ്യവും 5-ന്റെ അവസാനവും വായിക്കണം. 3-ന്റെ ആദ്യവും 5-ന്റെ അവസാനവും ഒന്ന് വായിച്ചേനി. യേശുക്രിസ്തുവിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് 5-ന്റെ അവസാനം നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി. അല്ലല്ല, 5-ന്റെ അവസാനം, 5-ന്റെ 5-ന്റെ അവസാനത്തെ വാക്യം, 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നോക്കിക്കേ, യേശുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ ഒറ്റ വാക്യമാണ്. പക്ഷേ മലയാളത്തിനകത്ത് അതിന്റെ അവകാശങ്ങൾ ഇടയ്ക്ക് കയറി എഴുതിയതുകൊണ്ട് ആണ് പെട്ടെന്ന് പിടികിട്ടാത്തത്. അപ്പൊ അതാണ് ഏറ്റവും വലിയ രക്ഷ എന്ന് പറയുന്ന. എന്റെ അകത്ത് നിത്യജീവൻ എന്നുള്ളത് കൊണ്ട് എനിക്ക് ദൈവവുമായിട്ട്, എന്റെ അബ്ബ പിതാവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഉൾനട്ട വചനം, ഇംപ്ലാന്റഡ് വേർഡ് എന്നാണ് യാക്കോബിന്റെ ലേഖനം. ഇംപ്ലാന്റ് ചെയ്തിരിക്കുക, ഒരു സിം കാർഡ് ഇടുന്ന പോലെയാണ് നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് യേശുവിന്റെ ജീവനാണ്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്ന് മാത്രമല്ല, യേശുവിന്റെ ജീവനോടകത്ത് തന്നു. കാരണം യേശു പിതാവിനോട് സംസാരിച്ചതുപോലെ അബ്ബ പിതാവേ എന്ന് വിളിച്ച് സംസാരിക്കാനുള്ള മുഴുവൻ സാധ്യതയും നിങ്ങളുടെ അകത്തുണ്ട്. അത് ഗ്രഹിക്കണം. അതാണ് പിശാച് നമ്മളെ എപ്പോഴും മുതലെടുക്കുന്നത്, അറിവില്ലായ്മ. നമ്മൾ ഓർക്കുന്നത് ആ വലിയ അഭിഷക്തൻ, ഈ വലിയ അഭിഷക്തൻ, ആ വലിയ പ്രവാചകൻ, ഈ വലിയ അപ്പോസ്തലൻ. ഒന്നുമല്ല. വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവവചനം പരിപൂർണതയുള്ളതാണ്. എല്ലാ കൃപാവരങ്ങളും, എല്ലാ വചനവും, എല്ലാം തികവും നിങ്ങളുടെ അകത്ത് വന്ന് കഴിഞ്ഞിരിക്കുക. ഇനി ഒന്നും കിട്ടാനില്ല. ഇനി അത് സ്റ്റെറപ്പ് ചെയ്തെടുക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഇനി ഒന്നും കിട്ടാനില്ല. കിട്ടിയതിനെ ഉപയോഗിക്കണം. ഉപയോഗിക്കണമെങ്കിലോ അറിവില്ലായ്മ മാറണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഇവിടെ ഈ വാട്ടം ചുളുക്കം ഇല്ലാത്ത നിത്യമായ അവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. റിസർവ്ഡ് ഇൻ ഹെവനെ വെച്ചിട്ട്
അതിന്റെ 10ാമത്തെ വാക്യം മുതൽ അതിന്റെ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്ന വായിച്ചു. താഴോട്ടൊന്ന് വായിച്ചു. 5 കഴിഞ്ഞ് വായിച്ചു. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ ലോകപ്രകാരം നോക്കിയാൽ ചില കാര്യങ്ങൾ ദുഃഖിക്കേണ്ടതാണേലും ഇപ്പുറത്ത് നിങ്ങൾ ആനന്ദിക്കുന്നു. എന്റെ കാര്യം എന്താ? വായിച്ചേ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടം വരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ. കാണാത്തവനെ വിശ്വസിച്ചു, കണ്ടിട്ടില്ലാത്തവനെ സ്നേഹിച്ചു. അത് രക്ഷിക്കപ്പെട്ടവർ, യേശുവിൽ വീണ്ടും ജനിച്ചവൻ, അവനെ സാഹചര്യങ്ങളല്ലായിരിക്കും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന വായിച്ച്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ ഇത്രയും വലിയ നിങ്ങളോട് പ്രവചിച്ചിരുന്ന, അത് 10ാമത്തെ വാക്യമാണ് അല്ലേ? നിങ്ങളോട് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ അവര് ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവർ തമ്മിൽ ഒരു കൂട്ടായ്മ ആചരിക്കാൻ അവസരം കിട്ടുമായിരുന്നെങ്കിൽ, ഈ 40 എഴുതിയ ആരും ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടവരല്ല. പക്ഷെ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു, എന്തൊരു തലമുറയായിരിക്കും ഇത്. ഇവിടെ ആടിനെ യാഗം കഴിപ്പിക്കുന്നു, കാളക്കിടാക്കളെ യാഗം കഴിപ്പിക്കുന്നു, എന്നിട്ട് 1 വർഷത്തേക്കേ ഉള്ളൂ ഗ്യാരണ്ടി. പിന്നെയും ആണ്ടുതോറും ഇത് ചെയ്തുകൊണ്ടിരിക്കണം യാഗം. പക്ഷെ വരുന്ന ഒരു തലമുറ, ഇപ്പം കുഞ്ഞുങ്ങൾക്ക് അവകാശമില്ല, ദാസന്മാർക്ക് വീടിന്റെ അകത്ത് പോലും കയറാൻ അവകാശമില്ല. എന്നാൽ അന്ത്യകാലത്ത് സകല ജഡത്തിനുമേലും തന്റെ ആത്മാവിനെ അയക്കും. നിന്റെ യൗവനക്കാർ പ്രവചിക്കും, വൃദ്ധന്മാർ ദർശനം കാണും എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒരു, അവരെഴുതുമ്പോഴും ആരാഞ്ഞുകൊണ്ടാണ് എഴുതുന്നത്. ഇത് എന്നെ വരാൻ പോകുന്ന പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമായി. നമ്മൾ വേലക്കാർ, അവർ ദൈവത്തിന് തുല്യമായിരിക്കും. അവരാരാഞ്ഞു. വായിച്ചോ? അപ്പോൾ അവരാരാഞ്ഞു. നമ്മൾ അവരെ വലുത് കരുതുമ്പോൾ അവർ നമ്മളെ വലുതായി കരുതിയിരിക്കുകയായിരുന്നു. വായിച്ചേ 10ാമത്തെ വാക്യമാണ്. അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടതയും അത് കഴിഞ്ഞു വരാൻ പോകുന്ന മഹിമ, അതാണിപ്പോ. മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ അവരാരാഞ്ഞു. അവരിങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് വിശുദ്ധന്മാർ എന്ന് പറയുന്ന വിശ്വാസികൾ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ കൂടിയിരിക്കുമ്പോൾ അവരാരായേണ്ടത് എന്തായിരിക്കും? യേശുവിന്റെ വരവ് എങ്ങനെയായിരിക്കും? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും, എന്നായിരിക്കും? ഒരു പുതിയ സൃഷ്ടിയുടെ സാധ്യതകൾ എന്തായിരിക്കും? മൈ ഗുഡ്നസ്. അല്ലാതെ നാട്ടുവിശേഷം പറഞ്ഞുകൊണ്ട് പൊട്ടവാക്കും കളിച്ചമാശവും പറഞ്ഞ് ചിരിക്കാനുള്ളതല്ല. അവരാരാഞ്ഞു. അവരുടെ ക്രിസ്തുവിന്റെ അകത്തുള്ള ക്രിസ്തുവിന്റെ ആത്മാവ് അവരോട് പറഞ്ഞു, തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ നമുക്ക് വേണ്ടി അവര്
തങ്ങൾ ആ ശുശ്രൂഷ ആ ശുശ്രൂഷ ചെയ്യുന്നതേ ഉള്ളൂ. അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവ്, അതായത് നിങ്ങളുടെ അകത്തിരിക്കുന്ന, എന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതെ ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷ വേല. യൂട്യൂബിനകത്ത് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്, ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എപ്പോഴും നിങ്ങളിൽ ഇരിക്കുന്ന ക്രിസ്തു നിമിത്തം നിങ്ങൾ ആരാന്ന് ഗ്രഹിപ്പിക്കുന്നതാണ്, അല്ലാതെ എന്റെ കൃപാവരങ്ങളിലേക്ക് ആകർഷിക്കുന്നതല്ല. ആ ദേവദാസൻ എല്ലാം എന്റെ എണ്ണി പറഞ്ഞു. അതല്ല ശുശ്രൂഷ. നിങ്ങൾക്കും അതാകാം. നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലുതാ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപരിശ്രമം നടക്കണം. അത് ഗ്രഹിപ്പിക്കാനാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ശുശ്രൂഷകൻ ചെയ്യേണ്ടിയേ. അല്ലാതെ തങ്കിലേക്കല്ല ആകർഷിക്കേണ്ടിയത്. ഞാൻ ഒരു വെറും ചൂണ്ടുപലകയാ കാണിച്ചു തരാൻ. നിറയ്ക്കുന്നവൻ യേശുവ. അവന്റെ നിറവിൽ നിന്നും നാം എല്ലാവരും കൃപമേൽ കൃപ, കൃപയ്ക്കു വേണ്ടിയ കൃപ അത് ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ അകത്ത് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്, ഇത് പ്രസ്താവിക്കാനായിട്ടാണ്. ഇത്രയും വലിയ രക്ഷ ഓർത്ത് നോക്കിക്കേ. ബാക്കിയുള്ളവരൊക്കെ ആരായിരുന്നു അന്ത്യകാലത്ത്. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിയും. ദാവീദിന്റെ വീണുപോയ കൂടാരം ഞാൻ പണിയെന്ന് പറഞ്ഞാൽ അവിടെ പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഒന്നിച്ചുകൂടി ആരാധിച്ചു. പകൽ ഉയരുന്ന ആരാധന, അത് ഞാൻ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതെങ്ങനെ നടക്കും? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ഒരാരാഞ്ഞു. അതേ കാര്യം ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എപ്പോഴും ഓർത്തോണം. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ യേശുവിനെ ഉയർത്തുന്നതായിരിക്കും. അവിടെ തന്നെ ഒറ്റ മിനിറ്റ് നിർത്തിയിട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയും അല്ലാത്ത ശുശ്രൂഷയും തമ്മിൽ വൃക്ഷത്തെ കണ്ടാൽ അതിന്റെ ഫലം അറിയാം. 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിലെ വഴി നടത്തും. സത്യം എന്ന് പറയുന്നത് ആരാ? യേശു പറഞ്ഞു, ഞാനാ സത്യം, വചനം അസത്യം. അറിവില്ലായ്മ മാറ്റും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് വരാനിരിക്കുന്നത് നിങ്ങളെ അറിയിച്ചു തരുകയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷക്കകത്ത് ഒരാൾ മാത്രമേ ഉയരത്തുള്ളൂ, യേശു. 2, നിങ്ങൾ ക്രിസ്തുവിൽ ആരാണ്? നിങ്ങൾ ബലവാന്മാരാണ്, നിങ്ങൾ പരിപൂർണരാണ്, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലുതാണ്, നിങ്ങൾ ജയാളികളാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തിന്റെ ഉത്സവത്തിലാണ് നടക്കുന്നത്. ഇത് പറഞ്ഞു തരാനാണ് അയക്കപ്പെട്ടവരെ അയച്ചത്. അതാണ് ആ വാക്യം. വായിച്ചേ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അല്ലല്ല, 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. അല്ല 10 ദേവദൂതന്മാരും കുനിഞ്ഞു അതിന്റെ തൊട്ടുമുകളിൽ സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ. അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിക്കേണ്ടത് അതാ.
ദൈവത്തിനെ പ്രതിബിംബിക്കുന്ന, ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന കണ്ണാടികൾ. ടു ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ദ ഇമേജ് ഓഫ് ഗോഡ്. നിങ്ങളാണത്. ഓരോ ദിവസവും മാനസാന്തരപ്പെടുന്തോറും മഹത്വം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയായിരിക്കും നാളെ കർത്താവ് അനുസരിച്ച് ദുബായിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ദ കോൺഫ്ലിക്റ്റ് ഇൻ ദ മൈൻഡ്. എന്നിട്ട് പറയാണ്, ഇതിൽ ദൂതന്മാർ പോലും ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കും. ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കും. കാര്യം അവർക്ക്, ദൂതന്മാർക്ക് ഇപ്പോഴും ഈ മിസ്റ്ററി പിടികിട്ടിട്ടില്ല. ക്രൂശിൽ നടന്ന, അതുകൊണ്ട് ഈ എഫീഷ്യർക്ക് എഴുതിയ ലേഖനം ദൂതന്മാര് പോലും കുനിഞ്ഞു നോക്കി നിൽക്കുക എന്ന് പറയും. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ ഇപ്പോൾ സ്വർഗീയ സ്ഥലത്തിരിക്കുന്ന വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിഞ്ഞു വരുന്നു. ക്രിസ്തു യേശുവിൽ ആ ക്രൂശിൽ നടന്നതും ക്രൂശീകരണത്തിന് ശേഷം നടന്നതും സ്വർഗത്തിലെ ദൂതന്മാരും പിശാചും അവന്റെ ദൂതന്മാർക്കും പിടികിട്ടുന്നത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് വെളിപ്പെട് വരുക. ഓ, ഈ മിസ്റ്ററിയും അതിനകത്തുണ്ടായിരുന്നു. അത് ഇന്നലെ ഞാൻ പറഞ്ഞത് പ്രോഗ്രസീവാണ്. ഒറ്റയടിക്ക് ഇത് പറഞ്ഞു തന്നാൽ കുഴപ്പമാവും, നമ്മളതിനെ കുഴപ്പത്തിലാവും. ഓരോ ദിവസവും ദൈവം വെളിപ്പെടുത്തരുക. ഇതിനെ ദൈവദൂതന്മാർ പോലും കുഞ്ഞു നോക്കുന്നു. അതുകൊണ്ടാണ് ഈ അതിന്റെ 3:15 ഒന്ന് പത്രോസ് 3:15 പറയുന്നത്, ഈ ദിസ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇതൊരു വലിയ മർമ്മമാണ്. വായിച്ചേ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ അതിന്റെ ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ. 2 പത്രോസ് 3:15. അല്ല, ഇത് ഏതാ? 1 പീറ്റർ അല്ലേ? സോറി, 1 തെസ്സലോനിക്ക് 1 തിമത്തി 3:15. സോറി, 3:15. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാ നടക്കേണ്ടതെന്ന് നീ ഒന്ന് ഗ്രഹിക്കണം. നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ആത്മാവിൽ, ആത്മീയ മണ്ഡലത്തെ സ്പിരിച്വൽ വേൾഡിനാണ് നീതീകരിക്കപ്പെട്ടു. നീതീകരിക്കപ്പെട്ടതിന്റെ ആദ്യജാതനായ യേശു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. ജാതികൾ, യഹൂദന്മാരല്ല, രാജ്യങ്ങളിൽ പ്രസംഗിക്കപ്പെട്ടു. ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം. ഇതൊരു മിസ്റ്ററിയാ. അത് ദൂതന്മാർ കാണുക തന്റെ യജമാനത്തെ. ആത്മാവാകുന്ന മഹത്വ ആർക്കും അടുക്കാൻ കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പിതാവ് അങ്ങോട്ട് നോക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൂതന്മാർ തമ്മിലാ പറഞ്ഞുകൊണ്ടിരുന്നത്, വിശുദ്ധൻ വിശുദ്ധൻ വിശുദ്ധൻ. ആദ്യത്തെ പ്രാവശ്യം അവരുടെ യജമാനനെ അവർ കാണുക ദൃശ്യമായ മണ്ഡലത്തിൽ. ദിസ് ഈസ് എ മിസ്റ്ററി. ഈ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്കിത് വെളിപ്പെടുത്തി തരേണ്ടത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തില്ലെങ്കിൽ നമ്മൾ വെറും ഒരു മതഭക്തന്മാരായി തീരും.
അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ കുടുംബക്കാരായി നിൽക്കും. Hallelujah. I am fired up for an evangelistic meeting. നാളെ കർത്താവിനെ വെച്ചാൽ ദുബായ് സഭയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ കോട്ടയത്ത് ആദ്യത്തെ സെഷനിൽ ആരാ ഐ ഡോണ്ട് നോ, രണ്ടാമത്തെ സെഷനിൽ റോണക്കുണ്ട്, എന്തോ മോനോ സച്ചിനോ ആയിരിക്കും. രണ്ടാമത്തെ സെഷനിൽ റോണക്കായിരിക്കും. തോമസ് ബ്രദർ എവിടെയാണ് ശുശ്രൂഷ പറഞ്ഞില്ല. എനിഹോ, ഇന്ന് ഗ്രേസ് തോമസ് സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ ടുഡേ. ഗ്രേസ് ജിജിയുടെ ബർത്ത്ഡേ ആണ്. ജിജി എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. സോ ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ബ്ലെസ് യു ജിജി, ഗോഡ് ബ്ലെസ് യു. രൂപ ബൽരാജ് ആൻഡ് ജയന്തി അമ്മ പാലക്കാട്, ബ്ലെസ് യു. സിംഗപ്പൂർ സെലിബ്രേറ്റിംഗ് the 60th Independence Day, Heavenly Feast Church. Heavenly Feast സിംഗപ്പൂരിലെ സഭ സിംഗപ്പൂരിൻ്റെ 60ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് അവർ ഇന്നർ ചേംബർ സ്പോൺസർ ചെയ്യുക. അവർ കേൾക്കുന്ന വചനത്തിൻ്റെ തെളിവാണിത്. സിംഗപ്പൂരിൻ്റെ 60ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന്. രാവിലെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ആ സിംഗപ്പൂരിലെ പ്രൈം മിനിസ്റ്ററും അവരുടെ കൂടെയുള്ള മിനിസ്റ്റേഴ്സും അവരെല്ലാം അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യു ആർ പ്രേയിങ് ഫോർ ഓൾ ദോസ്, ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഓൾ ദ മിനിസ്റ്റേഴ്സ് ഇൻ സിംഗപ്പൂർ, that they will lead the nation in peace and prosperity and in the wisdom of God. Bless everyone who is living in Singapore, especially the churches who are the light in Singapore. സിംഗപ്പൂർ സഭയ്ക്ക് വാസ്തവത്തിൽ ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുക നിങ്ങളുടെ കാഴ്ചപ്പാട്. യൂട്യൂബിൽ ഒരു ടെമ്പററി സ്റ്റോപ്പ് വന്നായിരുന്നു. ബാക്കപ്പ് ലൈൻസ് ഓഫ് ഇന്റർനെറ്റ് ഗോട്ട് കട്ട് നിയർ നാട്ടകത്ത് വെച്ച് അതെങ്ങനെയോ കട്ടായി. ഈ ദിവസങ്ങളിൽ പലതും കട്ടാകും, യൂട്യൂബും ഒക്കെ കട്ടാകും. കാര്യം പല സത്യങ്ങൾ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്നതുകൊണ്ട് ചിലർക്ക് നിലനിൽപ്പില്ല. റേ എബ്രഹാം 1200 ആണ് സ്റ്റാർസ് അയച്ചിരിക്കുന്നത്. അനിത സെഡ് 355. ഷെറി തോമസ് 333. ഇന്ന് വൈകുന്നേരം ഷെറി ബ്രദറാണ് അബുദാബിയിൽ ശുശ്രൂഷിക്കുന്നത്. സോ പോകാൻ സാധിക്കുന്നവർക്കെല്ലാം പോകണം. ജോൺ ഇമ്രെ 246, സെനി ആൽബർട്ട് 151, ആനി തോമസ് 100, റീബ VK 100, രജനി ശിവകുമാർ 99, ജേക്കബ് വർഗീസ് 99, അനില പ്രദീപ് 45, അനീഷ റപ്പായി 20, മേരി ലോറൻസ് 10, and John Varghese 6,400. No wonder 9,158 stars ആണ് ഇന്ന് വന്നിരിക്കുന്നത്. And another 846 will cross the records of 10,000 stars in a single episode. അത് വരും. So let us pray. പിതാവെ, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അങ്ങയുടെ വചനത്തിന് നൽകിയിരിക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം എന്ന് യേശു മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, സ്റ്റാർസ് അയക്കുന്നവരും എല്ലാവരും അങ്ങയുടെ കയ്യിലാണ് വിതയ്ക്കുന്നത്. കൂടാതെ ഈ വചനം ഷെയർ ചെയ്യുന്നവരും അവരും അനേകർക്ക് ഈ സത്യം അറിയിക്കുകയാണല്ലോ ചെയ്യുന്നത്. അനുഗ്രഹിക്കണമേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് അജു അലോഷ്യസ് ആണ് യൂട്യൂബിൽ ഫസ്റ്റ്, അനിൽ ഷൺമുഖദാസ് സെക്കൻഡ്, ആലിസൺ ലോറൻസ് തേർഡ്, സുനി ജോസഫ് റായ്പൂർ ഫോർത്ത്, ശുഭ ജോർജ് ഫിഫ്ത്ത്, സാൻഡ്ര വി ആണ് ഫസ്റ്റ് ഫേസ്ബുക്കിൽ,
ബിനു വിശ്വനാഥ്, എ രാജു, സാം വർഗീസ്, അജിത സജി ആണ് 1 to 5. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രി വീണ്ടും ഞങ്ങൾക്കൊരു കൂട്ടായ്മയും കൂടെ ആചരിപ്പാൻ നൽകിയ സാവകാശത്തിനായി നന്ദി. ശാരീരികമായി അസ്വസ്ഥതയോടെ ഇരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യമാകട്ടെ. പരിപൂർണ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യമാകട്ടെ. അപ്പോൾ തന്നെ പല നിരവധി ആവശ്യങ്ങൾക്കായി ഭാരപ്പെടുന്നവർ, എൻ്റെ യേശുവെ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്താണോ അവരുടെ ആവശ്യം, അതിനകത്ത് അവരിടപെടണം. അങ്ങ് ഇടപെടണം. ഞാൻ രണ്ടുപേർ ഐക്യമത്യയോടെ ഈ ഭൂമിയിൽ വെച്ച് ഒരു കാര്യത്തിന്മേൽ സമ്മതിച്ചാൽ അത് നടക്കുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഞങ്ങൾ ഇത്രയും പേർ ഒന്നിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യത്തിനായി ഭാരപ്പെടുന്ന എല്ലാവരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതകരമായി ഇടപെടണം. നന്മകളാൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സോ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ എല്ലാവരും സഭായോഗങ്ങളിൽ പോകണം. ഫിസിക്കലി തന്നെ പോകണം. ഓൺലൈൻ വീട്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാതെ അവിടെ കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകണം. ഓർമ്മിപ്പിക്കണം നമ്മളെ തന്നെ യേശു നമുക്ക് വേണ്ടി നിവർത്തിച്ച സത്യങ്ങൾ. അപ്പോൾ തന്നെ ഇന്ന് ജോലിക്ക് പോകുന്നവർ ധൈര്യത്തോടെ പോകണം. കിടന്ന് ഉറങ്ങാൻ പോകുന്നവർ സുഖമായി കിടന്നുറങ്ങണം. നാളെ വൈകുന്നേരം കർത്താവിന് ചോദിച്ചാൽ നമ്മളിവിടുന്ന് ആരംഭിക്കും. പത്രോസ് അവിടെ നിൽക്കുകയാണ്. പത്രോസിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. സോ നാളെ UAE-യിലുള്ളവർ, നാളെ ഇവിടെ സഭായോഗത്തിന് അറ്റൻഡ് ചെയ്യാൻ ദൂരെ നിന്ന് വരുന്നവർ, നമുക്ക് നാളെ നേരിട്ട് കാണാം. അപ്പോൾ തന്നെ ബാക്കി എല്ലായിടത്തും ഉള്ളവർ സഭായോഗം അനുഗ്രഹിക്കപ്പെട്ടതായി മാറും. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.